ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേമിയവും റവയും വെച്ച് ഒരു അടിപൊളി പായസ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല രുചിയാണ് കേട്ടോ. എത്ര കഴിച്ചാലും മതിയാവില്ല, അത്രയും രുചിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഗ്യാസിൽ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും പാടെ ചേർത്ത് കൊടുക്കാം. ഈ മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരട്ടെ കേട്ടോ. ഇതൊക്കെ ഒന്ന് വേർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ നെയ്യിൽ നിന്നൊന്ന് കോരിയെടുക്കാം. ഫുള്ളായിട്ട് കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ സേമിയയും ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് സേമിയയ്ക്ക് 1/2 കപ്പ് റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ സേമിയ ഇതിലിട്ട് നന്നായി ഒന്ന് വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്ന് വറുത്തെടുക്കുക കേട്ടോ നെയ്യിൽ. അപ്പം ഒരു പ്രത്യേക രുചിയാണ്. ഇനി ഇതൊരു ബ്രൗൺ നിറാവോളം വറുത്തെടുക്കാം. ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി റവയും പാടെ ഇതിലിട്ടൊന്ന് വറുത്തെടുക്കണം. റവയും വറുത്തതാണെങ്കിലും ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് നിറം മാറുമ്പോൾ നമുക്കിത് നിർത്താം കേട്ടോ. ഇത്രയും മതിയാവും കേട്ടോ. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് 2 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ റവ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കുറുകി വരും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് റവ ഉണ്ടാവുകൊണ്ട് കട്ട പിടിക്കുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ചെറിയൊരു മഞ്ഞ കളർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേണമെന്നുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലിങ്ങനെ വെന്ത് വരുമ്പോഴേക്കും ഈ മഞ്ഞളുടെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ 1 കപ്പും പാടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ അവനവന് വേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർക്ക് നല്ല മധുരം വേണ്ടി വരും, ചിലർക്ക് കമ്മി വേണ്ടി വരും. അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 5-6 കറാമ്പൂവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കായ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
സേമിയൊക്കെ ഇങ്ങനെ കുഴഞ്ഞ് വരുവോളം വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ വീണ്ടും കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല, പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1 ലിറ്റർ പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, പാൽ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 1 ലിറ്റർ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1/2 ലിറ്റർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, ബാക്കിയൊക്കെ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കണം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ നല്ല കുറുക്കത്തിൽ ഓഫ് ചെയ്യരുത്, ഇല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നല്ല ലൂസിൽ തന്നെ ഓഫ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഒന്ന് ചൂട് പോകുമ്പോഴേക്കും നല്ല എണ്ണം കുറുകി വരുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു രീതിക്കാണ് നമുക്ക് വേണ്ടത്. ഇത്രയും ലൂസ് വേണം കേട്ടോ, അല്ലെങ്കിൽ ചൂടാറുമ്പോഴേക്കും നല്ല കട്ടായി വരുള്ളൂ. ഇനി പാല് തിളപ്പിച്ച പാലാണ്, അപ്പോൾ പാല് ചേർത്തിട്ട് ഒന്ന് ചൂടായാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും ലൂസ് വേണം കേട്ടോ. ഇനി നേരത്തെ വറുത്ത് കോരി വെച്ച മുന്തിരിയും കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് നല്ല രുചിയാണ് കേട്ടോ. ഇതിങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ റവയാണ് ഇട്ടെന്ന് അറിയേയില്ല, അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ നമ്മുടെ പായസമൊക്കെ നന്നായി ചൂടൊക്കെ പാകത്ത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കണം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഈ പായസം ഉണ്ടാക്കിയിട്ട് എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഒന്ന് പ്ലീസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതിന് നേരത്തെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്നു കേട്ടോ. ഞാൻ പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മഴത്തൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ നല്ലൊരു വൈബായിരിക്കും. അപ്പോൾ ഓക്കേ, ബൈ, വീണ്ടും കാണാം.